വയനാട് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിനെതിരെ ജാതി അധിക്ഷേപത്തിനും മാനസിക പീഡനത്തിനും പരാതി. മഹിളാ കോൺഗ്രസ് മീനങ്ങാടി ബ്ലോക്ക് സെക്രട്ടറി നന്ദിനി സുരേന്ദ്രനാണ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷിനോ തോമസിനെതിരെ പരാതി നൽകിയത്. കെപിസിസിക്കും ഡിസിസിക്കും പരാതി നൽകിയിട്ടും നടപടിയെടുത്തില്ലെന്നും ഒരു വിമർശനമുണ്ട്. കോൺഗ്രസ് നേതാക്കൾ പോലീസിനെ ഭീഷണിപ്പെടുത്തി പരാതി ഒതുക്കിയെന്നുമാണ് ആരോപണം. ഞാൻ ദളിത് കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡൻ്റാണ്. അപ്പോൾ എനിക്ക് രാഹുൽ ഗാന്ധിയുടെ വീട് കിട്ടി. ഞാൻ വിധവയാണ്. വീടിന് ഞാൻ സ്ഥലം മേടിച്ചതിന് കുറേ പൈസ എനിക്ക് കടമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ലോൺ എടുത്ത് എഴുത്തള്ളൂ വന്ന് പാർട്ടിക്കാരോട് പറഞ്ഞായിരുന്നു. മുള്ളംകൊല്ലി വൈസ് പ്രസിഡന്റ് ഷിനോ തോമസ് ഈ അപേക്ഷ കൊടുത്തോട്ടെ പറഞ്ഞു. ഈ കയറേണ്ട സ്റ്റേജല്ല അന്ന് എന്നോട് പറഞ്ഞു. കേസും കൊടുത്ത് SMS പലയിടത്തുനിന്ന് അവർ കേസാക്കി. അന്ന് ഷിനോ തോമസിൻ്റെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന നടപടി ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. ജോഷിലുണ്ട് വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ. ജോഷില, ഈ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിനെതിരെയാണ് പരാതി നൽകിയിരിക്കുന്നത്. എന്താണ് ഇവിടെ സംഭവം നടന്നത്? വർഷ, വളരെ ദയനീയമാണ് കോൺഗ്രസ് നേതാക്കളുടെ അവസ്ഥ എന്ന് വേണം പറയാൻ. രാവിലെ തന്നെ പറയാൻ കൊള്ളാത്ത വാക്കുകളാണ് ഈ കോൺഗ്രസിന്റെ മണ്ഡലം സെക്രട്ടറി ഈ സ്ത്രീക്കെതിരെ പ്രയോഗിച്ചിരിക്കുന്നത്. മഹിളാ കോൺഗ്രസ് മീനങ്ങാടി ബ്ലോക്ക് സെക്രട്ടറി കൂടിയാണ് നന്ദിനി സുരേന്ദ്രൻ. നന്ദിനി സുരേന്ദ്രനാണ് ഇത്തരത്തിൽ ഒരു പരാതിയുമായി വന്നിരിക്കുന്നത്. ഫെബ്രുവരിയിൽ ജെബി മേത്തറുടെ പരിപാടി, ജെബി മേത്തർ MP പരിപാടി മീനങ്ങാടിയിലുണ്ടായിരുന്നു. ഈ പരിപാടിയിൽ ജെബി മേത്തറെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞാൽ, തനിക്കുള്ള പ്രാരബ്ധങ്ങൾ പറഞ്ഞാൽ ജെബി മേത്തർ പണം തന്ന് സഹായിക്കും എന്ന് കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണ് നന്ദിനി സുരേന്ദ്രനോട് പറഞ്ഞത്. നേരത്തെ രാഹുൽ ഗാന്ധിയുടെ വ്യക്തിപരമായ ഫണ്ടിൽ നിന്നും വീട് ലഭിച്ചിരുന്നു. ആ വീടെടുക്കാനുള്ള സ്ഥലം വാങ്ങിച്ചത് നന്ദിനി ഒറ്റയ്ക്കായിരുന്നു. വിധവയാണ്, 2 പെൺമക്കളുടെ അമ്മയാണ്. ആ സ്ത്രീ കടം വാങ്ങി എടുത്ത, ലോൺ എടുത്ത് വാങ്ങിയ സ്ഥലത്തിന് ആ ഒരു ലോൺ ബാക്കിയുണ്ട്. അത്രയേറെ കടങ്ങളുമുണ്ട് അതിൻ്റെ പിന്നാലെ വന്ന. അതുകൊണ്ട് തന്നെ ഈ കടം വീട്ടാൻ വേണ്ടിയിട്ടാണ് JB മേത്തറെ കാണാൻ വേണ്ടി പോയത്. ആ സമയത്താണ് ഇത്തരത്തിൽ മണ്ഡലം പ്രസിഡന്റ് ഷിനോ തോമസ് ഇത്തരത്തിൽ ഒരു ജാതി അധിക്ഷേപം നടത്തിയത്. ഈ ജാതിയിൽപ്പെട്ട ആളായതുകൊണ്ട് സ്റ്റേജിൽ കയറാൻ പറ്റില്ല. ജാതി മാത്രമല്ല, വ്യക്തിപരമായി അശ്ലീലം കലർന്ന വാക്കുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ്, നമുക്ക് പുറത്തു പറയാൻ പറ്റാത്ത രീതിയിലുള്ള വാക്കുകൾ ആണ് ഷിനോ തോമസ് പ്രയോഗിച്ചത് എന്നാണ് പറയുന്നത്. ഇത് കേട്ടുനിന്ന ആളുകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അവർ അന്ന് കരഞ്ഞ് സ്റ്റേജിലേക്ക് കയറാൻ വയ്യാതെ മടങ്ങുമ്പോൾ മണ്ഡലം സെക്രട്ടറി അടക്കമുള്ള ആളുകൾ, ജെയിംസ് അടക്കമുള്ള ആളുകൾ സമാധാനിപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ കോൺഗ്രസ് നേതാക്കളോട് ഇക്കാര്യം പറഞ്ഞിരുന്നു. DCCയിലും KPCC പ്രസിഡന്റിനും അടക്കം, നേരത്തെ K സുധാകരൻ KPCC പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനും അതുപോലെ തന്നെ DCCക്കും അടക്കം പരാതി നൽകിയിരുന്നു. എന്നാൽ ഈ പരാതിയൊന്നും പിന്നീട് പരിഗണിക്കപ്പെട്ടില്ല എന്നാണ് നന്ദിനി കഴിഞ്ഞ ദിവസം ഞങ്ങളോട് പ്രതികരിച്ചത്. ഇത്തരത്തിൽ പിന്നീട് പോലീസിന്റെ SMS വഴി പരാതി അയച്ചു. ഇതൊക്കെ തന്നെ കോൺഗ്രസ് നേതാക്കൾ, DCC പ്രസിഡന്റ് ND അപ്പച്ചൻ അടക്കമുള്ളവർ ഇടപെട്ട് തടഞ്ഞു നിർത്തുന്ന അവസ്ഥയുണ്ടായി. ഇത്തരത്തിൽ ഒരു തരത്തിലും മുന്നോട്ട് പോകാനാവാതെ അധിക്ഷേപിച്ചുകൊണ്ട്, അതായത് സ്ത്രീയാണെന്നുള്ള രീതിയിൽ മാത്രമല്ല, നന്ദിനി മുഴുവൻ സമയ കോൺഗ്രസ് പ്രവർത്തക കൂടിയാണ്. 14-ാം ബൂത്ത് ദളിത് കോൺഗ്രസിന്റെ സെക്രട്ടറി കൂടിയാണ് നന്ദിനി സുരേന്ദ്രൻ. ഇത്തരത്തിലുള്ള ഒരു കോൺഗ്രസിലെ മുഴുവൻ സമയ പ്രവർത്തകയെ കൂടിയാണ് ഇത്തരത്തിൽ അപമാനിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. കോൺഗ്രസിന്റെ മണ്ഡലം സെക്രട്ടറിക്കെതിരെ മണ്ഡലം പ്രസിഡന്റിനെതിരെ, ഷിനോ തോമസിനെതിരെ പരാതി നൽകിയവർക്കെതിരെ കോൺഗ്രസ് നേതൃത്വം നടപടിയെടുക്കുന്ന അവസ്ഥ വരെയാണ് ഇവിടെ എത്തിയിരിക്കുന്നത് എന്നുള്ളത് മറ്റൊരു കാര്യം. കാരണം പരാതിപ്പെട്ടവർക്കെതിരെയും അതുപോലെ തന്നെ ഇവരുടെ കൂടെ നിന്ന് നീതി കിട്ടാൻ വേണ്ടി ഇവരുടെ കൂടെ നിന്നവർക്കെതിരെയും നടപടി സ്വീകരിക്കുന്ന അവസ്ഥയിലേക്ക് കോൺഗ്രസ് നേതൃത്വം മാറിയിരിക്കുന്നു. ഇത് മീനങ്ങാടിയിലെ മൊത്തം കോൺഗ്രസിനെ തന്നെ ബാധിച്ചിരിക്കുന്ന ഒരു രീതിയിലേക്കാണ് പോകുന്നത്. വലിയ സ്പ്ലിറ്റിലേക്ക് പോവുകയാണ്. നന്ദിനിക്കെതിരെ നടപടി സ്വീകരിക്കുന്നു. അതുപോലെ തന്നെ ഇവരെ സഹായിച്ച കോൺഗ്രസ് നേതാക്കൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നു. എന്നാൽ ഇത്തരത്തിൽ പ്രയോഗം നടത്തിയ മണ്ഡലം പ്രസിഡന്റ് ഷിനോ തോമസിനെതിരെ നടപടിയൊന്നും വരുന്നില്ല. അദ്ദേഹത്തെ വീണ്ടും ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. പാർട്ടിയിൽ തന്നെ കൊണ്ടു നടക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നു. അതുകൊണ്ട് തന്നെ കോൺഗ്രസിൽ വലിയൊരു ഭിന്നത രൂപപ്പെട്ടിരിക്കുകയാണ് വയനാട് ജില്ലയിൽ എന്ന് വേണം പറയാൻ. അത്തരത്തിൽ തിരിച്ച് നടപടി ഉണ്ടാകുന്നത് വരെ വിട്ടുനിൽക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ നന്ദിനിയുടെ കൂടെയുള്ളവരുടെ തീരുമാനം. വർഷ, അപ്പോഴും ഈ ജോഷില പറഞ്ഞതുപോലെ തന്നെ KPCCക്കും DCCക്കും ഒക്കെ നന്ദിനി പരാതി നൽകുന്നുണ്ട്. പക്ഷെ അതിലൊന്നും ഒരു നടപടിയുമായില്ല അല്ലേ?
ഒരു നടപടിയും ഇതുവരെ സ്വീകരിച്ചില്ല. മാത്രമല്ല ഇവരെ സഹായിച്ച ഇവർക്ക് വേണ്ടി വാദിച്ചവർക്കെതിരെയൊക്കെ നടപടികൾ ഉണ്ടാകുന്നു. കോൺഗ്രസിലെ വയനാട് ജില്ലയിലെ പൊതുവെയുള്ള അനീതിക്കെതിരെ പറയുകയും അതുപോലെ തന്നെ ഈ ഷിനോ തോമസിനെ പോലുള്ളവർക്കെതിരെ പറയുകയും ഷിനോ തോമസിനെ പോലും ഈ ഒരു നടപടിക്ക് വിധേയമാക്കണം എന്ന് പറഞ്ഞവർക്കെതിരെ പോലും നടപടിയിലേക്ക് പോകുന്നു. അത്തരത്തിൽ നടപടി പോയത് മണ്ഡലം സെക്രട്ടറി ജെയിംസ് മാത്യുവിനെതിരെയും അതുപോലെ തന്നെ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സാജൻ കടുപ്പിലിനെതിരെയും DKTFന്റെ സെക്രട്ടറി CD തങ്കച്ചനെതിരെയും നടപടിയെടുക്കുന്ന 3 പേർക്കെതിരെ നടപടിയെടുക്കുന്ന നന്ദിനിക്കൊപ്പം നിന്ന അവരുടെ ഒരു സ്ത്രീ എന്ന നിലയിൽ അവർ അനുഭവിക്കേണ്ടി വന്ന ജാതി അധിക്ഷേപവും മറ്റ് അശ്ലീല പ്രയോഗങ്ങൾക്കും എതിരെ നടപടിയെടുക്കണം എന്ന് പറഞ്ഞ ആളുകൾക്കെതിരെ നടപടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് വയനാട് ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വം മാറുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ഈ ഷിനോ തോമസിന് വേണ്ടി പോലീസിൽ പോലും സ്വാധീനിക്കാൻ വേണ്ടിയുള്ള ശ്രമം ഇവർ ND അപ്പച്ചൻ അടക്കമുള്ള ആളുകൾ നടത്തി എന്നുള്ള ആരോപണവും ഉയരുന്നുണ്ട്. വർഷ. ശരി ജോഷില, വയനാട് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിനെതിരെയാണ് ഇത്തരത്തിൽ ജാതി അധിക്ഷേപത്തിനും മാനസിക പീഡനത്തിനും ഒക്കെ പരാതി നൽകിയിരിക്കുന്നത്. മഹിളാ കോൺഗ്രസ് മീനങ്ങാടി ബ്ലോക്ക് സെക്രട്ടറി നന്ദിനി സുരേന്ദ്രനാണ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷിനോ തോമസിനെതിരെയൊക്കെ പരാതി നൽകിയത്. മാത്രമല്ല അവർ KPCCക്കും DCCക്കും ഒക്കെ പരാതി നൽകിയിട്ടും ഇതിൽ യാതൊരു നടപടിയും എടുത്തില്ല എന്നുള്ളൊരു വിമർശനം കൂടിയുണ്ട്. ജോഷിലയാണ് വിവരങ്ങൾ നൽകിയത്.